പ്രോഗ്രാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ കുറിച്ച് ആലോചിച്ചത്. തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മാഡം ആണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ക്ലാസ് എടുക്കാൻ പോകുന്നത്. Senior consultant in geriatrics and family medicine, did MBBS from Manipal Academy of Higher Education, pursued her post-graduation in family medicine from National Board of Examinations and specialized in geriatric medicine from Christian Medical College, Belur. She has vast experience in the field of medical practice for more than 25 years in India and abroad. She has many publications to her credits. She was the past president of Academy of Family Physician of India, Kerala chapter from 2020 to 2023, and is one of the pioneers in making strong reformation in family medicine practice in both public and private sectors. Her interests include medical practice, medical teaching, community education in family medicine and geriatrics. She has published many articles and even medical blogs in these subjects at national and international conferences, community education programs, etc. Her passion includes medical practice in these specialties and wants to make significant change regarding the same in the community. Dr. Kanya is at present the founder of and CEO, Gerifarm, Geriatric and Family Medicine Clinic situated in Kochi and Thiruvananthapuram. കൊച്ചി പേട്ട ജംഗ്ഷന്റെ അടുത്താണ് ഡോക്ടറുടെ ഒരു ക്ലിനിക് ഉള്ളത്, ഒരു ജിഗാട്രിക് ക്ലിനിക് ഉള്ളത്. ഡോക്ടർ ധാരാളം ഇതുപോലത്തെ ക്ലാസ്സുകൾ വയോജനങ്ങളെ അഡ്രസ് ചെയ്തിട്ട് ധാരാളം ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി മാഡത്തിന്റെ വില്ലിങ്നെസ് അറിയിച്ചത്. എത്രയും സ്നേഹത്തോടെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ടൈമിന്റെ പേരിലും മാഡത്തിന് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു ഐഡിയ പറഞ്ഞോളൂ, ഓരോരുത്തരായിട്ട് പറഞ്ഞാൽ ഇപ്പൊ കേൾക്കാം. എന്താണ് വയോജനം? വയോധികർ, വൃദ്ധർ എന്ന് പറഞ്ഞാൽ എന്താ? വൃദ്ധൻ വൃദ്ധനൊക്കെ എന്താണ്? പ്രായമായത്. എന്താണ് പ്രായം? അപ്പോ ഇത്രയുള്ള കുട്ടികൾ പ്രായമില്ല. ജോലി എന്ന് പറഞ്ഞു വിടുന്നുണ്ട് പ്രായമാവുന്നത്. അതുകൊണ്ടാണ് അതെന്താ അങ്ങനെ ഒരു ചിന്ത? ജോലി പറഞ്ഞു വിടുന്നു സർക്കാർ അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പൊ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പോലെ മെഡിക്കലിൽ നിശ്ചയിച്ചിട്ടുണ്ട് എന്താണ് ഈ ഏജ് അല്ലെങ്കിൽ പ്രായമായവർ. അത് എത്ര വയസ്സാണെന്നറിയോ? ഇവിടെ 60 വയസ്സിന് കുറവുള്ളവരുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എന്നാലും നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഏജ് 60ആണ്. കട്ട് ഓഫ് എല്ലാത്തിനും ഒരു കട്ട് ഓഫ് ഉണ്ടല്ലോ. ബാക്കിയുള്ളവരാണ് കൂടുതലത് കേൾക്കേണ്ടത്. എന്ന് പറഞ്ഞ് 60 കുറവാണെന്ന് വിശ്വസിക്കണില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കുറച്ചൊരു നിങ്ങളുടെ അടുത്ത് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നതാണെങ്കിൽ അതിന് കുറച്ച് ഉത്തരങ്ങൾ ഓരോരുത്തരായിട്ട് പറഞ്ഞു തന്നാൽ മതി. നല്ല ചൂടല്ലേ? കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എങ്ങനെയാണ് നിങ്ങളുടെ പോസ്റ്റ് റിട്ടയർമെന്റ് ചെലവഴിക്കുന്നത്? ഒരാൾ പറയാം. ഒരാൾ ഇരിക്കുന്നത് ഇരുന്നാ പറഞ്ഞു. പോസ്റ്റ് റിട്ടയർമെന്റ് നിങ്ങൾ എങ്ങനെ ചെലവഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്? ആഗ്രഹം പോസ്റ്റ് റിട്ടയർമെന്റ് എങ്ങനെ ചെലവഴിക്കണം? ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കാം. അപ്പൊ നമുക്കത് അറിയണം. എന്താണ് നിങ്ങളുടെ വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ എന്താണെന്ന് അറിയാനായിട്ടാണ് ചോദ്യം ചോദിക്കുന്നത്. ഒരു 5 പേര് പറയാം. ലോകം മുഴുവൻ കറങ്ങണം ഒരാഗ്രഹം. അവിടുത്തെ ഒരാഗ്രഹം വരട്ടെ. ബേക്കറി സ്റ്റാർട്ട് ചെയ്യണം ആഗ്രഹം. വെരി ഗുഡ്. അടുത്തത് പ്രോത്സാഹിപ്പിക്കുക, കൈയടിച്ച്. രോഗങ്ങൾ വരാതെ, ടെൻഷൻ വരാതെ,
റിട്ടയർമെന്റിന് ശേഷം മാനസികമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? മാനസികമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ടോ റിട്ടയർമെന്റിന് ശേഷം? മാനസികം എന്ന് പറഞ്ഞാൽ സൈക്കോളജി അല്ലേ ഇവിടെ ചോദിക്കുന്നത്. മനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യം. ഉണ്ട്. അത് കൂടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. വേറെ എന്തെങ്കിലും ഉത്തരം? എല്ലാവർക്കും തന്നെയാണോ? അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് മനസ്സുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ തോന്നിയിട്ടുണ്ടോ എന്ന്? ഏതാ? എന്നും അവധി ആയതുകൊണ്ട്. ഓക്കെ, അത് ഒരു ചൊല്ലുണ്ട്. ഒരു ജോലി കിട്ടിയിട്ട് വേണം ഒരു ലീവ് എടുക്കാന്ന് പറയുന്ന പോലെയാണ്. ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടായി ചോദിക്കണ്ടോ ഈ റിട്ടയർമെന്റിന് ശേഷം? ശാരീരികമായിട്ട് ഈ ഒരു ഗ്രൂപ്പ് നമ്മളെന്ന് പറയുന്ന ഒരു ആക്റ്റീവ് ഗ്രൂപ്പാണ്. എന്തെങ്കിലും ശാരീരിക ഉണ്ടായിരുന്നു? എന്തൊക്കെയാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ? കുറച്ച് ആക്റ്റീവായിരുന്നല്ലോ, ജോലിയുടെ സമയത്ത് നമ്മൾ കുറച്ച് ആക്റ്റീവായിരുന്നു. അതിന് പെട്ടെന്ന് കുറച്ച് നന്നായിട്ട് നമ്മൾ എല്ലാം പോലെ അതുവരെ ഓടി നടന്നിരുന്ന ചെയ്യാറില്ലാതെ കാരണം കുറച്ച് വെറുതെ ഇരുന്ന് നമുക്ക് കുറച്ച് ശാരീരികമായ പ്രശ്നമുണ്ടായിരുന്നു. ഞാനത് ജോയിന്റ് പെയിൻ വരുന്നു. പിന്നെ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊരു സ്ലോ ആയി പേസ് കുറഞ്ഞു. പിന്നെ ഹാർട്ട് അറ്റാക്ക്, മറവി കൂടി, അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കുറവാണെന്നൊരു തോന്നൽ. എല്ലാവർക്കും പ്രശ്നമാണോ? ജോലി ചെയ്യുമ്പോൾ എത്ര പ്രശ്നമില്ല? ആ പ്രഷറിന്റെ ഈ പ്രഷർ ഒരു വ്യത്യസ്ത പ്രഷറാണ്. പിന്നെ അത്രയുള്ളോ? അത് കൊള്ളാലോ, നല്ല ഹെൽത്തി ഗ്രൂപ്പാണല്ലോ. അല്ല, വളരെ നല്ലതാണ് അങ്ങനെയാണെങ്കിൽ. ആക്റ്റീവ് ആൻഡ് ഹെൽത്തി മീൻസ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാലും ഞാൻ പറയാൻ ഒരുപാട് ടോക്സിന് പോകുന്നതാണ്. ഞാൻ പോകുന്ന ഗ്രൂപ്പുകളിൽ വളരെ വൺ ഓഫ് ദ മോസ്റ്റ് ആക്റ്റീവ് ഗ്രൂപ്പ്സ് ആണ്. നിങ്ങൾ പോയി പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ ജോലിയാണ്. റിട്ടയർമെന്റിന് ശേഷം എത്ര പേര് സോഷ്യൽ ആക്ടിവിറ്റി എൻഗേജ്മെന്റിൽ പങ്കെടുക്കാറുണ്ട്? എന്തെങ്കിലും ആക്ടിവിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്? അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമോ? എന്തൊക്കെ ആക്ടിവിറ്റീസിലാണ് പങ്കെടുക്കുന്നത്? പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന് പറയോ? എന്തൊക്കെ ആക്ടിവിറ്റീസാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? കൂട്ടായ്മ എത്ര ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങൾ മീറ്റ് ചെയ്തു? എല്ലാവരും മീറ്റ് ചെയ്യുമ്പോൾ ഇത് ഇനിയും ചെറിയ എന്തൊക്കെ പ്രോഗ്രാംസ് അതിന് നടക്കാറുള്ളത്? പിന്നെ ക്ലാസ്സുകൾ മാത്രമാണോ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? സമരം അതൊന്നും വിട്ടിട്ടില്ലേ? ഈ ഗ്രൂപ്പിൽ
പരിപാടി പരിപാടി വെച്ചാൽ ഇഷ്ടംപോലെ പരിപാടി ഉണ്ടാവും. എത്ര പേര് കിടപ്പ് രോഗികളായിട്ടുള്ള വീട്ടിൽ എത്ര പേരുണ്ട്? ഗ്രാൻഡ് പേരൻസ് എത്ര പേരുടെ വീട്ടില് കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളുണ്ട്? ഇപ്പൊ കേൾക്കാമോ? എത്ര പേരുടെ വീട്ടില് കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളുണ്ട്? ഒന്ന് കൈകൊണ്ടാമോ? 4 പേര്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരു സ്പെഷ്യൽ ഡോക്ടറോ ഒരു ജിറിയാട്രീഷ്യനോ ഉള്ളതായിട്ട് അറിയാമോ? ഒരു സ്പെഷ്യൽ ഡോക്ടറോ ജിറിയാട്രീഷ്യനോ ഉള്ളതായിട്ട് അറിയാമോ? ഇല്ല, അറിയാം. ഒരു സ്പെഷ്യൽ ഹോസ്പിറ്റൽ ഉള്ളതായിട്ട് അറിയാമോ? ഇല്ല, അതാണ് ഞാൻ കണ്ടത്. മുതിർന്നവർക്ക് വേണ്ടിയിട്ടും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും ഒരു സമഗ്ര പ്ലാറ്റ്ഫോം ഉള്ളതായിട്ട് അറിവുണ്ടോ? അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതുള്ളതായിട്ട് അറിവുണ്ടോ? ഇല്ല, അറിവില്ല. അത് ഞങ്ങൾക്കുണ്ട്. പീഡിയാട്രിക്സ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. അത് ഏജ് ഗ്രൂപ്പ് എന്തിനാണ് നമ്മളത് വിളിക്കുന്നത്? അല്ല, അങ്ങോട്ടേക്ക് മാറ്റിയാൽ മതി. അങ്ങോട്ടേക്ക് മാറ്റിയാൽ മതി. പീഡിയാട്രിക്സ് എന്ന ഒരു കൺസെപ്റ്റ് ഗ്രൂപ്പ് എന്തിനാണ് കൊച്ചുകുട്ടികൾക്കായിട്ടൊരു സ്പെഷ്യാലിറ്റി എന്തിനായിരിക്കും? കൊച്ചുകുഞ്ഞുങ്ങളുടെ സെപ്പറേറ്റ് സ്പെഷ്യാലിറ്റി എന്തിനാണ്? മെഡിക്കൽ സ്പെഷ്യൽ അറ്റൻഷൻ. പിന്നെ എല്ലാ അപൂർവമാരാണല്ലോ ഇരിക്കുന്നത്. പറയും, ഉത്തരം പറയും. മക്കളെ വളർത്തിയിട്ടുണ്ട്, കൊച്ചുമക്കളെ വളർത്തുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ സ്വയം പറയാൻ പറ്റുന്നില്ല. അപ്പം അവരുടെ പ്രശ്നങ്ങളെ അറിയാവുന്ന ഒരു ഡോക്ടർ, പഠിച്ച ഡോക്ടർ എന്നുള്ള ഒരു ചിന്തയുള്ളത്. പിന്നെ നമ്മള് വലിയ പ്രായത്തിൽ അല്ലെങ്കിൽ മുതിർന്ന പ്രായത്തിൽ കഴിക്കുന്ന ഡോസാണോ അവർ കഴിക്കുന്നത്, കൊടുക്കുന്നത്? അല്ല, അല്ലെ? നമ്മളുടെ പാറ്റേൺ ഓഫ് ഉറക്കമാണോ അവരുടെ ഉറക്കം? ആഹാര രീതി അതുപോലെയാണോ? അല്ല. സമ്പർക്കം ഒരുപോലെയാണോ? വീട്ടിലെ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും സ്കൂളിലെ ആണെങ്കിലും മറ്റുള്ളവരോടാണെങ്കിലും ഉള്ള കമ്മ്യൂണിക്കേഷനും മറ്റു കാര്യങ്ങളും ഒരുപോലെയാണോ? സോഷ്യൽ എൻഗേജ്മെന്റ് ഒരുപോലെയാണോ? അല്ല. അതുപോലെ തന്നെയാണ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് 60 വയസ്സിന് മുകളിൽ. നമ്മൾ അതുവരെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന രീതിയിലായിരിക്കത്തില്ല നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ രീതി, നമ്മളുടെ ഉറക്കത്തിൻ്റെ പാറ്റേൺ, നമ്മൾ സംസാരിക്കുന്ന രീതി, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മരുന്നിൻ്റെ ഡോസേജിൻ്റെ രീതിയെല്ലാം ഇതെല്ലാം വ്യത്യസ്തമാണ്. അപ്പം അതുകൊണ്ടാണ് ഇതുപോലൊരു സ്പെഷ്യാലിറ്റി. പിന്നെ ആദ്യം പറഞ്ഞ പോലെ അവരുടെ മാനസികാവസ്ഥയും അവരുടെ പ്രോബ്ലംസും കുറച്ചും കൂടെ മനസ്സിലാക്കി അതിനെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് എന്ന് പറയുന്ന പോലെയാണ് ജെറിയാട്രിക് മെഡിസിൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യാലിറ്റിയും വന്നിരിക്കുന്നത്. അതായത് പ്രായമായിട്ടുള്ള ആൾക്കാരെ ഡീൽ ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റി. ഇതിനെ കുറച്ച് കൂടുതൽ എലാബറേറ്റ് ആയിട്ട് ഞാൻ സംസാരിക്കും. അതിന് മുമ്പ് കുറച്ച് നമുക്കൊന്ന് നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്താലോ? ഓക്കെ, സിമി നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. സിമി 1-2 കാര്യങ്ങൾ പറയും, അതുപോലെ ഒന്ന്
എല്ലാവരും ഒന്ന് ചെയ്യാം കേട്ടോ. ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, ഇരുന്നുകൊണ്ടൊക്കെ ചെയ്താൽ മതി. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒരു വാക്കിന് വേണ്ടി കുറച്ചൊന്ന് എക്സസൈസ് ചെയ്യാം. തലയൊന്ന് പുറകിലേക്ക് നടക്കുമ്പോൾ ഒരു 5 പ്രാവശ്യം പതുക്കെ മതി. സ്പോൺലൈറ്റിസ് ഉള്ള ആൾക്കാരെ സൂക്ഷിച്ചു വേണം. ആർക്കെങ്കിലും വേദനയൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്താൽ മതി. ഇനി 2 പ്രാവശ്യത്തേക്ക് നോക്കിക്കാം. എന്തെങ്കിലും എക്സസൈസ് ഒക്കെ വീട്ടിൽ ചെയ്യാറുണ്ടോ? വളരെ ആക്റ്റീവ് ആയിട്ടുള്ളവരാണ്, അതുകൊണ്ട് ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ 2 കൈ ഒന്ന് മുകളിലേക്ക് എടുത്താലോ, താത്തിക്കോളും. അങ്ങനെ ഒരു 5 പ്രാവശ്യം. കൈയുടെ മുട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇനി സാധിക്കുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഇരിക്കും. ഡോക്ടറുടെ ക്ലാസ് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം. നിങ്ങളുടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആൾക്കാരെ ഒന്ന് നോക്കിക്ക്, ഫേസ് ചെയ്യണം. ഓരോരുത്തരും നോക്കുക. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന വ്യക്തികളാണ് അല്ലേ? വർഷങ്ങളോളം അറിയാം. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ഒരു പോസിറ്റീവ് കാര്യം, നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഒരു പോസിറ്റീവ് കാര്യം ഒന്ന് മുഖത്ത് നോക്കി പറഞ്ഞേ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അവരുടെ ഒരു പോസിറ്റീവ് ക്യാരക്ടർ പറയൂ. പറഞ്ഞോ പറഞ്ഞോ. ഇത്രയും നാളും നമ്മളെ കൂടെ ഇരുന്നിട്ട് നമ്മളീ കാര്യം ചെയ്തിട്ടുണ്ടോ? ഇല്ല. പോസിറ്റീവ് കാര്യം മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വളരെ സുന്ദരിയാണ്, നിങ്ങൾ നല്ലൊരു ടീച്ചറാണ്, നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നു എന്ന് ഒരു 1 or 2 minutes എടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കൂട്ടായ്മ തന്നെ പറയുന്നത് 1 to 1 പറഞ്ഞിട്ടുണ്ടോ? പറയാറുണ്ടോ? പറയണം. എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് നിങ്ങൾ വെരി 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 ഹാപ്പി ടു ഹിയർ സച്ച് കമ്മ്യൂണിറ്റി. അപ്പോ ആ ഒരു പോസിറ്റീവ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ. അത് തന്നെ മതി. വേറെ മരുന്നൊന്നും ആവശ്യം വരില്ല മോസ്റ്റ് ഓഫ് ദ ടൈം. ഇനി ഒരു 1-2 ചെറിയ ഒരു ഹാൻഡ് കോർഡിനേഷൻ മൂവ്മെന്റ്സും കൂടെ നമ്മളൊന്ന് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ടോക്കിലേക്ക് കിടക്കാം. ചെറുതായിട്ട് ഹാൻഡ് കോർഡിനേഷൻ ഗെയിം കളിച്ചാലോ? എല്ലാവരും കൈ ഇങ്ങനെ പിടിക്കാമോ? ഈ കൈ തലയ്ക്ക് വെക്കാം, ഒരു കൈ തലയ്ക്ക്, അടുത്ത കൈക്ക് പയ്യെ പയ്യെ ചെയ്യാൻ മതി. ഇങ്ങനെ 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 സ്പീഡ് ചെയ്തേ. ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ സ്പീഡ് ചെയ്ത് നോക്കിയേ. ഒരു 5 തവണ ചെയ്ത് നോക്കി. കൊള്ളാം, എല്ലാവരും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ട് ചെയ്ത് നോക്കിയാലോ? എല്ലാവരും ഇങ്ങനെ പിടിച്ചേ, എന്നിട്ട് ഇങ്ങനെ പിടിച്ചേ, എന്നിട്ട് ഈ നമ്മുടെ തമ്പ് ഇങ്ങനെ ഫ്രണ്ടോട്ട് കറക്കിക്കേ. കൈ കൂട്ടിമുട്ടരുത്, വെള്ളം തമ്മിൽ കൂട്ടിമുട്ടരുത്, ഫ്രണ്ടോട്ട് കറക്കുക. അതേപോലെ തന്നെ തിരിച്ചു റിട്ടേൺ കറക്കിക്കേ. ഇനി കൈ വിടരുത്. ഇനി അടുത്ത വിരല് കൂട്ടി കറക്കിക്കേ ഫ്രണ്ടോട്ട്. ഒരു 2 തവണ അങ്ങനെ കറക്ക്. അതേപോലെ തന്നെ റിട്ടേൺ കറക്കിക്കോ. ഒരു കൈ വിടരുത്. അതായത് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച്, എല്ലാവർക്കും കാണാനോ പറയില്ല, കൂട്ടിപ്പിടിച്ചിരിക്കുന്ന വിരല് ഒന്നും വിടരുത്. ഇത് ബേസിക്കലി കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ നോക്കുക, ബാക്കി എല്ലാ വിരലുകളും കൂട്ടിപ്പിടിക്കുക, ചൂണ്ടുവിരൽ മാത്രം കറക്കുക.
ബാക്കി എല്ലാം ഒന്നിനോട് യോജിപ്പിച്ചിരിക്കണം. തമ്പുമായിട്ട് നമ്മൾ ഇനി അടുത്ത വരല്ലേ ചൂണ്ടുവിരൽ ഫ്രണ്ടോട്ട് ഇറക്കുക, പുറകോട്ട് ഇറക്കുക, ഫ്രണ്ടോട്ട് ഇറക്കുക, പുറകോട്ട് ഇറക്കുക. ഇനി അതേപോലെ തന്നെ അടുത്ത വിരൽ ഇറക്കാൻ നോക്കിയേ. അടുത്ത വിരൽ എടുക്കുക, മിഡിൽ ഫിംഗർ, നടുവിരൽ എടുക്കുക, ഫ്രണ്ടോട്ട് ഇറക്കുക. കൈ കൂട്ടിമുട്ടരുത്, കൂട്ടിമുട്ടാതെ ഇറക്കണം. ഫ്രണ്ടോട്ട് ഇറക്കുക, ബാക്കോട്ട് ഇറക്കുക. എല്ലാവർക്കും ഇറക്കാൻ പറ്റുന്നുണ്ടോ? കൂട്ടിമുട്ടരുത് ഒരിക്കലും. പ്രാക്ടീസ് ചെയ്യണം. അടുത്തത് ഇനി അടുത്ത അതാണ് ഏറ്റവും പാട്. അപ്പൊ ഈ കോൺസെൻട്രേഷൻ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം. നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്താൽ വരും. കൈ വിടരുത്, കൂട്ടിമുട്ട വിടരുത്. ഫ്രണ്ടോട്ട് ഇറക്കുക, ബാക്കോട്ട് ഇറക്കുക. ഇനി നമ്മുടെ ലാസ്റ്റ് വിരല് ചെറുവിരല് ഫ്രണ്ടോട്ട് ഇറക്കുക, ബാക്കോട്ട് ഇറക്കുക, ഫ്രണ്ടോട്ട് ഇറക്കുക, ബാക്കോട്ട് ഇറക്കുക. ആരും കൈ വിടരുതോ? അതാണ്. ചെറുവിരൽ എല്ലാവർക്കും പറ്റുന്നുണ്ടല്ലേ? അപ്പൊ നമ്മുടെ കോർഡിനേഷൻ വേണ്ടിയിട്ട് ഗെയിമായിരുന്നു ഇത്. ഇനി അടുത്ത വേറെ ഒന്ന് കളിച്ചാലോ? നമ്മുടെ അത് തമ്പും ചെറുവിരലും കൂടെ ഒന്ന് കൂട്ടി പിടിച്ചേ. അതേപോലെ കടുത്ത കൈയുടെ ചൂണ്ടുവിരലും തമ്പുകളെ കൂട്ടി പിടിച്ചേ. കൂട്ടി പിടിച്ചു. ഇനി അത് റിട്ടേൺ ചെയ്ത് നോക്കി. തമ്പ് ഇങ്ങനെ 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 റിട്ടേൺ വരണം. അതായത് ഇങ്ങനെ കാണാമോ? എല്ലാവർക്കും ഡാൻസ് പഠിക്കാൻ ഇതുണ്ടോ അറിയാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടോ? അതിങ്ങനെ നോക്കി ചെയ്താൽ മതി. നമ്മുടെ അറ്റൻഷൻ ഇങ്ങനെ 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 ഇങ്ങനെ. ഇങ്ങനെ കാണാമോ എല്ലാവർക്കും? അതായത് നമ്മുടെ ഈ കൈയാണെങ്കിൽ തള്ളവിരലും ചൂണ്ടുവിരലും കൂടെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ 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 ചെറുവിരലേന്ന് അവസാനിക്കണം. അതേപോലെ ഇതാണെങ്കിൽ ചെറുവിരലേന്ന് തുടങ്ങി നമ്മള് ചൂണ്ടുവിരലേ വന്ന് അവസാനിക്കണം. കാണാമോ എല്ലാവർക്കും? എല്ലാവർക്കും ഡാൻസ് പഠിക്കാൻ ഇഷ്ടം തോന്നുന്നല്ലോ കണ്ടിട്ട്. പാടാണ് എല്ലാവർക്കും. ഇച്ചിരി പാടാണല്ലേ? ഇച്ചിരി കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവിടെ ചെയ്യാൻ വേണ്ടിട്ട് പോരട്ടെ. ഇനി നമ്മള് അതിന്റെ പരിപാടി കഴിഞ്ഞാൽ കൈവാക്കിട്ടോ റിലാക്സ് ആയിട്ടിരുന്നോ? എല്ലാരും മുഖത്തോട് മുഖത്തോട്ട് ചിരിച്ചേ. അങ്ങോട്ട് ചിരിച്ചേ. അതെ, എന്ത് സന്തോഷം അതൊക്കെ എല്ലാവരും മുഖത്തല്ലേ? അപ്പൊ ചെറിയ ടാസ്ക് എല്ലാവർക്കും. ചെറിയ ടാസ്ക്. ഞാന് ഒരക്ഷരം പറയും. ആ അക്ഷരം വെച്ച് മാത്രമേ സംസാരിക്കാവുള്ളൂ. ആ അക്ഷരത്തിന് ഞാൻ 5 ക്വസ്റ്റ്യൻ ചോദിക്കും. ആ 5 ക്വസ്റ്റ്യനും കാ വെച്ച് ഒരു അക്ഷരം വെച്ച് മാത്രമേ ആൻസർ പറയാവുള്ളൂ. ചോദിക്കട്ടെ? ഞാൻ ഫ്രണ്ടിൽ തുടങ്ങട്ടെ. എല്ലാവരും പെട്ടെന്നായിട്ട് ആൻസർ പറയണം. ആലോചിക്കാൻ സമയത്ത് പെട്ടെന്ന് ആൻസർ പറയണം. ആദ്യത്തെ അക്ഷരം ക. ഞാൻ ചോദിക്കട്ടെ, ചേച്ചിയുടെ പേരെന്താ? എവിടുന്നാ വരുന്നത്? കേട്ടോ, കാക്കര. സ്ഥലം പേരെന്താ? കാ എന്ന് പറയുന്ന ആ ലെറ്റർ വെച്ച് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കാ വെച്ച് പറയാൻ പാടുള്ളൂ. അല്ല, പേരെന്താന്ന് ചോദിക്കുമ്പോ കാ വെച്ചുള്ള പേര്. എന്ത് ചോദിച്ചാൽ ഇപ്പൊ ഒരക്ഷരം തന്നു കഴിഞ്ഞാല് അത് ആ അക്ഷരത്തെ തന്നെ തുടങ്ങണം. ഇപ്പൊ കാ വെച്ചാണെങ്കിൽ കാ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്ത് പോകണം. ഓക്കെ? ഒന്നാടെ ചോദിക്കാം. ഒന്നാടെ വേണ്ട. ഇനി അടുത്ത ചോദിക്കാം. അടുത്ത അക്ഷരം ആയാണ്. എല്ലാവരും കേട്ടോ? പേരെന്താ? വീടെവിടെയാ?
അനിമലിന്റെ പേര് പറയാമോ? ആന. കൊള്ളാം. ആനന്ദിക്കാൻ സമയത്ത് പെട്ടെന്ന് തന്നെ ആള് വീഴുന്നു. ഒരു കൈ കൊടുത്തേ. ഇനി അടുത്ത അതിലേക്ക് വരുവാണേ. എന്നിട്ട് താ. അടുത്ത അക്ഷരം താ. പേരെന്താ? വീട് എവിടെയാ? കൊള്ളാം. ഒരു അനിമലിന്റെ പേര് പറയാമോ? തക്കുടു. ഒരു അനിമലിന്റെ പേരാണ് തക്കുടു. ഒരു മൃഗത്തിന്റെ പേര്. താറാവ്. കൊള്ളാം. ഒരു സാധനത്തിന്റെ പേര് പറഞ്ഞു. ഒരു സാധനത്തിന്റെ പേര് സാധനം. താമരപ്പൂവ്. കൊള്ളാം. ഒരു ഫ്ലവറിന്റെ പേര് പറഞ്ഞു. ഇനി അടുത്ത അധ്യക്ഷൻ ചോദിക്കട്ടെ. ഒരു കൈ കൊടുക്ക. നല്ലൊരു കൈ. ഇനി ഇച്ചിരി ടഫായിട്ടുള്ള എന്നാണ് ചോദിക്കട്ടെ. ഇനി അടുത്ത ടാ 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 ടാ. ചേച്ചിയുടെ പേര് മാഡത്തിന്റെ പേരെങ്ങനെ? തെൽമ. കൊള്ളാം. അടുത്തേക്ക് രണ്ട് പേരാണോ? എവിടുന്നാ വരുന്നേ? എവിടുന്നാ വരുന്നത്? ടായാണ് അക്ഷരം. എല്ലാരും ഹെൽപ്പ് ചെയ്യാൻ പോരട്ടെ. എന്റെ സ്ഥലത്തിന്റെ പേര് പറ. തൃശ്ശൂര്. അത് താഴെയാണോ? താ. അടുത്ത പായ. പാ പാ. പേര് കൊള്ളാം. എവിടെന്നാ വരുന്നേ? പട്ടിക്കാട്. ഒരു സാധനത്തിന്റെ പേര് പറയാമോ? ഇന്ത്യയിലെ ഒരു സാധനം. പാല. കൊള്ളാലോ. ഒരു മൃഗത്തിന്റെ പേര് പറയാമോ? പട്ടി. കൊള്ളാം. ഒരു നല്ലൊരു കൈ. ഓക്കെ. അപ്പൊ നമ്മള് കുറച്ച് കളികൾ കളിച്ചു, കുറെ മെമ്മറി കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി, ഹാൻഡ് കോർഡിനേഷൻ കാര്യങ്ങൾ നോക്കി. ഇതൊക്കെ നമ്മൾ എന്തിനാ ചെയ്തത്? ചുമ്മാ സമയം കളയാൻ വേണ്ടി ചെയ്തതാ? അപ്പോ ആക്റ്റീവ് ആക്കാൻ മാത്രമല്ല ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആക്റ്റീവ് ആകണം. നമ്മുടെ ഉദ്ദേശം പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവുണ്ടാവുക, അതാണോ? ഈ പറയുന്ന തരത്തിലുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് എൻഗേജ്ഡ് ആക്കുക. അപ്പൊ ഇനി നമ്മുടെ ആക്ച്വൽ ടോപ്പിക്കിലേക്ക് കിടക്കാം. വയോജനങ്ങളുടെ ആരോഗ്യം. വയോജനങ്ങൾ എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല. OLD എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. OLD എന്താണത്? ആർക്കെങ്കിലും ഇഷ്ടമാണോ OLD എന്ന് പറയാനായിട്ട്? ഇഷ്ടമാണോ? അതെന്താ? Old is gold. Exactly. ഞങ്ങളും അത് തന്നെയാ പറയുന്നത്. We care for your golden years, not olden years. Golden years. അതായത് നമ്മുടെ സുവർണ്ണകാലം എങ്ങനെ നമ്മൾ സന്തോഷകരവും ആരോഗ്യപരമായിട്ട് നമ്മൾ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ജെറിയാട്രിക് എന്നുള്ള സ്പെഷ്യാലിറ്റി എന്താണ്? 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ പരിചരിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ്. നമ്മുടെ സുഖവും അസുഖവും എന്താണ്? എന്താണ് സുഖവും അസുഖവും? നിങ്ങളൊരു ഡോക്ടറെ കാണാൻ പോകുന്നത് എപ്പോഴാണ്? അസുഖം ഉള്ളപ്പോഴേ കാണാൻ പോകുള്ളൂ. നമ്മുടെ ബന്ധുക്കളായ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ
അല്ലെങ്കിൽ നമ്മളില്ലാതെ കാണാൻ പോകും. ഒരു ഡോക്ടറെ അല്ലാതെ എന്താവശ്യത്തിന് കാണാൻ പോവാ? അസുഖമുള്ളൂ. അപ്പൊ എന്താണ് ഈ അസുഖം? ആ സുഖം എന്താണ്? കാലുവേദന, കൈവേദന, മുട്ടുവേദന, ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ട്, ശാരീരിക അസ്വസ്ഥത, പിന്നെ മാനസിക അസ്വസ്ഥത. ഡോക്ടർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഡോക്ടർ എന്ന് പറഞ്ഞ വാക്കിന്റെ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഒരു പേടിയുണ്ട്, ഒരു ആകാംക്ഷ, ഒരു ഉത്കണ്ഠ, ആൻസൈറ്റി. എന്തിനാണത്? എന്താണ് അസുഖം? അല്ലെങ്കിൽ ഡോക്ടർ വായിൽ എന്താ വീഴാൻ പോകുന്ന, അടുത്ത എന്ത് മരുന്നായിരിക്കും എഴുതാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് ടെസ്റ്റ് ആയിരിക്കും പറയാൻ പോകുന്നത്, ബ്ലഡ് ടെസ്റ്റ് തൊട്ട് എക്സ്റേ തൊട്ട് അങ്ങ് പെറ്റ് സ്കാൻ വരെ എന്തായിരിക്കും എഴുതാൻ പോകുന്നതെന്നുള്ള ചിന്തയിലൂടെയാണ് ഒരു ഡോക്ടറെ സമീപിക്കുന്നത്, അല്ലേ? എന്നാ ആ പാവം ഡോക്ടറിന്റെ ഡോക്ടർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ ആർക്കെങ്കിലും? ടീച്ചർ. ടീച്ചർ, അധ്യാപകനോ അധ്യാപിക എന്നുള്ളതാണ് ശരിക്കും ആ വേർഡിൽ നിന്നാണ് ഡോക്ടർ എന്ന വാക്ക് ഡിറൈവ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഡോക്ടറെ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ ഡോക്ടറെ സമീപിക്കുന്നത്, ഡോക്ടറെ കുറിച്ച് ആലോചിക്കുന്നത് ആ സുഖം ഉള്ള സമയത്ത് മാത്രമല്ല. ഡോക്ടർ ക്യാൻ ബി എ ടീച്ചർ, ഫ്രണ്ട്, ഫിലോസഫർ, ഗൈഡ്, എല്ലാം. ആ ഒരു കോൺസെപ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ജെറിയാട്രിക് പ്രാക്ടീസിൽ നമ്മൾ കൂടുതലും ഇപ്പം സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി നമ്മൾ ഡോക്ടേഴ്സിനെ കാണാൻ പോകുമ്പോൾ നമുക്ക് 10 മിനിറ്റ് കഷ്ടിച്ച് കിട്ടും, അല്ലേ? എന്തുകൊണ്ടാണ്? ഡോക്ടർക്ക് തിരക്കാണ്, പിന്നെ ആ ഓർഗൻ സ്പെസിഫൈഡ് ആണ്. കാർഡിയോളജിസ്റ്റ് ഹാർട്ട്, ന്യൂറോളജിസ്റ്റ് ന്യൂറോ, നെഫ്രോളജിസ്റ്റ് കിഡ്നി, അല്ലേ? അങ്ങനെ ഓരോന്നും സ്പെസിഫൈഡ് ആണ്. പക്ഷെ നമ്മളിപ്പോ അറിയാം, നമുക്ക് ഈ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ 55-60 ഇയേഴ്സ് ഒക്കെ ആവുമ്പോൾ നമുക്കുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഇത്രയും വർഷം നമ്മൾ കൊണ്ടുവന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ഉള്ളിലായി. ഇപ്പൊ ഇത്ര സാമൂഹ്യമായിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഒരു 50%, എത്ര ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിൽ 50% നമ്മുടെ തന്നെ ഒരു പേഴ്സണൽ, അതിലും ഒരു 25% നമ്മൾ ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. നമ്മളുടെ ഉള്ളിൽ മാത്രം ഇരിക്കുന്ന ഒരു 20% ഉണ്ടാവും. ശരിയാണോ ഇല്ലേ? യെസ് ഓർ നോ? യെസ്. ഇത് ആരായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും? ഒന്നിലൊരു അത്ര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ഡോക്ടറായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ എല്ലാ തരങ്ങളിലും, അതായത് ഒരു പ്രായമായിട്ടുള്ള മുതിർന്ന, ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, വൃദ്ധൻ അല്ലെങ്കിൽ വൃദ്ധ എന്ന വാക്ക് എങ്ങനെയാണ് വന്നതെന്നറിയോ? കേട്ടിട്ടുണ്ടോ? ഈ എവിടേക്കൊക്കെ വായിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ? ആ, മാഡം പറയണോ ഞാൻ പറയണോ? വെരി ഗുഡ്, ഒരു വലിയ കൈയടി കൊടുക്കൂ. അറിവും ലോകപരിചയം അല്ലെങ്കിൽ എന്തുകൊണ്ടും ജീവിതത്തിൽ അഭിവൃദ്ധി നേടിയ വ്യക്തി എന്നാണ് വൃദ്ധൻ അല്ലെങ്കിൽ വൃദ്ധ. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു മോശം, നേരത്തെ സാറ് പറഞ്ഞു ജോലി എന്ന് പറഞ്ഞു വിട്ടു അങ്ങനെ പോയി അങ്ങനത്തെ ഒരു അവസ്ഥയില്ല, ഒരിക്കലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. വാട്ട് ഈസ് ഏജിങ്? പ്രായമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴാണ് നമ്മൾ പ്രായമാകുന്നത്? ഏത് പ്രായത്തിലാണ് നമ്മൾ പ്രായമാകുന്നത്? അങ്ങനെ ഒരു പ്രായമുണ്ടോ? നമ്മളെല്ലാവരും പറഞ്ഞു വയ്യാതാവുമ്പോൾ അല്ലെങ്കിൽ 60 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 50 വയസ്സ് കഴിയുമ്പോൾ
നേരത്തെ ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ പ്രായമാകുന്നു. എന്നാൽ പ്രായം എന്താണ്? പ്രായം എപ്പോഴാണ് പ്രായമാകുന്നത്? നമ്മൾ വിചാരിക്കുമ്പോൾ. പ്രായം എന്ന് പറയുന്നൊരു ഡെഫിനിഷൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടോ? ഇല്ല. എപ്പം നമ്മൾ പ്രായമാകുന്നു? ഓണാണോ? അല്ല, ഈ ഒരു ഏജ് എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ഒരു പ്രത്യേക ഏജ് ഉണ്ടോ? പ്രായം എന്ന് പറയുന്ന ഏജ് പൊതുവെ എല്ലാവരും പറയും, എല്ലാവരും പറഞ്ഞു പഠിപ്പിക്കും. വീട്ടിലിരിക്കുന്ന മക്കളും പറയും പ്രായമായല്ലോ, വെറുതെ ഇരിക്കേ, എങ്ങോട്ട് പോകണ്ട, സംസാരിക്കണ്ട, അധികം യാത്ര ചെയ്യണ്ട. എന്നാൽ ഈ പ്രായത്തിന് പ്രായമുണ്ടെന്നാണ് ചോദിച്ചത്. ഇല്ല. നമ്മള് എപ്പോഴാണ് പ്രായമാകുന്നത്? നമ്മള് അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുമ്പോഴേ പ്രായമാകുന്നില്ലേ? അതൊരു സൈക്കിളാണ്, ഒരു സൈക്കിൾ ഓഫ് ലൈഫാണത്. അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ ചെറിയ കുഞ്ഞാണ്. പിന്നെ നമ്മൾ ചെറിയ സ്കൂളിൽ പോകുന്ന കുട്ടിയാവുന്നു, അല്ലേ? ബാല്യം. പിന്നെ അടുത്ത സ്റ്റേജ് എന്താ? കൗമാരം, യൗവനം, പിന്നെയാണ് മുതിർന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത്. അപ്പൊ എല്ലാം ഒരു സ്റ്റേജസ് ഓഫ് ലൈഫാണ്. അപ്പൊ ഓരോ സ്റ്റേജും നമ്മൾ എങ്ങനെ ഡീൽ ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ്. ഓരോ സ്റ്റേജിലും ഓരോ പ്രശ്നങ്ങളില്ലേ? ഇല്ലേ? കൊച്ചുകുട്ടികളിൽ കാണുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള അവസ്ഥ വേറെയല്ലേ? അത് കഴിഞ്ഞ് കൗമാരത്തിലെത്തുമ്പോൾ ഒരു മാനസികവും ശാരീരികവുമായിട്ടുള്ള അവസ്ഥ വേറെയല്ലേ? നമ്മളെല്ലാം കടന്നു വന്നവരാണ്, അല്ലേ? അടുത്ത സ്റ്റേജ്. അതേപോലെ നെക്സ്റ്റ് ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ഉണ്ടാവുന്ന മാനസികവും ശാരീരികവും സാമൂഹികവുമായിട്ടുള്ള കാര്യങ്ങളൊന്ന് ഡീൽ ചെയ്താൽ ഈ വയോജന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വാർദ്ധക്യ പ്രശ്നങ്ങളോ നമുക്ക് വളരെ ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ അതിന് മെയിനായിട്ട് മനസ്സിൽ വിചാരിക്കേണ്ട കാര്യങ്ങൾ, അറിയേണ്ട കാര്യങ്ങൾ, നമ്മൾ സാധാരണ ഒരു ജെറിയാട്രിക് മെഡിസിൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രാക്ടീസിന് നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഫിസിക്കൽ കൺസൾട്ടേഷൻ മാത്രമല്ല. എന്താണ്? നമ്മൾ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ ഡീൽ ചെയ്യുന്നുണ്ട്, മാനസികമായിട്ടുള്ള അവസ്ഥയെ ഡീൽ ചെയ്യുന്നുണ്ട്, ഫിസിക്കൽ ബോഡിയിൽ ഉണ്ടാകുന്ന അസുഖങ്ങളെ കുറിച്ച് ഡീൽ ചെയ്യുന്നുണ്ട്, പിന്നെ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് സോഷ്യൽ എൻഗേജ്മെന്റ് ഇത്ര പ്രാധാന്യം ഈ പ്രായത്തിൽ? കുറെ ആളുകൾ ഇപ്പൊ നിങ്ങൾ തന്നെ എത്ര സന്തോഷത്തോടു കൂടി എല്ലാവരെയും കാണാനായിട്ട് വന്നിരിക്കുന്നത്, അല്ലേ? കുറച്ചു നേരം 1-2 മണിക്കൂർ സന്തോഷമായിട്ട് എല്ലാവരും ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് തിരിച്ച് വീടുകളിലേക്ക് പോകുന്നു. നേരത്തെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നോ ഒരു 30 വർഷം മുമ്പ്? ഇല്ല. എന്തുകൊണ്ട്? ആലോചിച്ച് നോക്കും. എന്തുകൊണ്ട്? നമ്മുടെ വീട്ടിലെ അന്നത്തെ സാഹചര്യം എന്താണെന്ന് ആലോചിച്ചു നോക്കും. കൂട്ടുകുടുംബം, ഈ എൻഗേജ്മെന്റ് അവിടെ ഉണ്ടായിരുന്നു. ഒരു കൂട്ടുകുടുംബം എന്ന് പറയുമ്പോൾ തന്നെ എത്ര പേരായിരുന്നു ഒരു വീട്ടില്, അല്ലേ? അപ്പൂപ്പന്മാര്, അമ്മമാര്, അവരുടെ കസിൻസും മക്കള്, അവരുടെ മക്കളും കസിൻസും, പിന്നെ നെക്സ്റ്റ് ജനറേഷൻ 3 or 4 ജനറേഷൻസ് ഒരു വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ ഒരു പ്രായം കടന്നു വരുമ്പോൾ പരിചരിക്കാൻ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പ്രത്യേകിച്ചും പുറത്ത് നമ്മുടെ ഒരു സോഷ്യൽ എൻഗേജ്മെന്റിന്റെ ആവശ്യം തേടിയിട്ട് വന്നിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മുടെ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ് നമ്മുടെ സിറ്റുവേഷൻ? 4 പോലും ഇല്ല, 2 പോലും ഇല്ല. പ്രായമായിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഫാമിലി സിറ്റുവേഷൻ എന്നാണ് യൂഷ്വലി നമ്മുടെ കേരളത്തിലുള്ള പിക്ചർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ചിലപ്പോൾ അപ്പൂപ്പൻ, അമ്മൂമ്മ, മക്കൾ, ഏതെങ്കിലും ഒരു മകളോ മകനോ ആയിരിക്കാം, അവരുടെ കുട്ടികളായിരിക്കാം. നെക്സ്റ്റ് ജനറേഷൻ വന്നെങ്കിൽ അവരുടെയും വരാം. പിന്നെ വേറൊരു വീട്ടിലെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അപ്പൂപ്പൻ, അമ്മൂമ്മ ഉണ്ടാവാം, കൊച്ചുമക്കൾ ഉണ്ടാകാം, അച്ഛനും അമ്മയും പുറത്തായിരിക്കാം. വേറൊരു സിറ്റുവേഷനിൽ അപ്പൂപ്പനും അമ്മയും ഉണ്ടാവാം, മക്കൾ ഉണ്ടാവാം, ചെറുമക്കൾ ഉണ്ടാവില്ല. വേറൊരു സിറ്റുവേഷനിൽ അച്ഛനോ അപ്പൂപ്പനും അമ്മൂമ്മയോ ഉണ്ടാവാം, വേറെ ആരും ഇല്ല. വേറൊരു സിറ്റുവേഷനിലോ ലാസ്റ്റ് അച്ഛനോ അമ്മയോ ആരെങ്കിലും ഉണ്ടാവാം, ഒരാൾ ഒറ്റയ്ക്ക് ജീവിക്കും. അപ്പൊ ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. ഏറ്റവും കൂടുതൽ അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറഞ്ഞാൽ
പ്രായമായിട്ടുള്ള ആൾക്കാരിൽ ഏറ്റവും നമ്മുടെ കാണുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. എന്തുകൊണ്ട്? നമ്മളെല്ലാവരും പറയും നമ്മുടെ മക്കൾ അമേരിക്കയിലാണ്, US UK ഓസ്ട്രേലിയയിലാണ് എന്ന് പറയും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ മോസ്റ്റ് ഓഫ് ദ വീടുകളിൽ എല്ലാവരും പ്രായമുള്ളവർ ലെഫ്റ്റ് അലോൺ. ഈ കൊച്ചി സിറ്റി തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 60% വീടുകളിലും പ്രായമായിട്ടുള്ള ആൾക്കാർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഇത്രയും വർഷവും കണ്ടുകൊണ്ടിരിക്കുന്ന 2 വ്യക്തികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ എന്ത് പറ്റും? ഇറിറ്റേഷൻ കൂടുമോ? ഇല്ലേ? കൂടും. അപ്പൊ അത് വേറെ ഫിസിക്കൽ ഇഷ്യൂവിനെക്കാട്ടും. അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ ആരോ പറഞ്ഞല്ലോ പ്രഷർ കൂടിയെന്ന്. ഇപ്പൊ മനസ്സിലായ പ്രഷർ എന്തുകൊണ്ടാ കൂടിയതെന്ന് റിട്ടയർമെന്റിന് ശേഷം. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നമ്മളിതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ചിന്ത വരാറുണ്ടോ? ഉണ്ട്. നമ്മളതിനു വേണ്ടി എന്ത് ചെയ്യുന്നു? നമ്മുടെ സ്വയം നമ്മുടെ സംരക്ഷണത്തിനും നമ്മുടെ കൂട്ടുകാർ, ഇപ്പൊ നിങ്ങൾ എല്ലാവരും കൂട്ടുകാരാണ്, എന്ത് ചെയ്യുന്നു? മീറ്റ് ചെയ്യുക, ആക്ടിവിറ്റീസ് എൻഗേജ് ചെയ്യുക. പിന്നെ നമ്മൾ വാട്സാപ്പ്, അത് വേറെ അടുത്തൊരു കാര്യം. എന്തുകൊണ്ടാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ ഇല്ലാത്തത്? ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരും ചുണ്ണാമ്പുരയിലാണ് അല്ലേ? എന്തുകൊണ്ടാണ് അപ്പോ ആ ഒരു സിറ്റുവേഷൻ? നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല. നല്ല കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇത്തരത്തിലുള്ള ഇൻവെൻഷൻസിനെ കുറ്റം പറയേണ്ട കാര്യമില്ല. നല്ല കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ബാക്കില് വിട്ടുപോയിരിക്കുന്ന ഒരുപാട് ഇന്റർപേഴ്സണൽ റിലേഷൻസും കമ്മ്യൂണിക്കേഷനുമാണ് നമ്മൾ പറഞ്ഞ് ഒരുപാട് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി വെച്ചത്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് ഇന്ന് ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്ന് പറയാം? കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ കൊണ്ടുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, ഈ പ്രായത്തിൽ കാണുന്ന ഒരു പ്രശ്നം, ലോൺലിനെസ്. ലോൺലിനെസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്നോടൊപ്പം അനാഥത്വം തോന്നുക, ഡിപ്രഷൻ വരിക, പിന്നെ വെരി ഗുഡ് മെമ്മറി ലോസ്. മെമ്മറി ലോസ് ഭയങ്കര വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ ഈ കാണുന്ന കോവിഡ് എന്ന് പറഞ്ഞ് നമ്മൾ ആകെ പേടിച്ച് നിറച്ച് നമ്മളെ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്, അങ്ങോട്ട് പകർച്ചവ്യാധിയാണ്. നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടും എല്ലാം അനുഭവിച്ചു, പെട്ടെന്ന് പകർന്നു. എന്നാൽ ആരും അറിയാതെ ഏറ്റവും കൂടുതൽ പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് മെമ്മറി ഇഷ്യൂസ് അല്ലെങ്കിൽ ഡിമെൻഷ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥ, എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ. ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്ന രോഗികളിൽ ഒരു ഏരിയയിൽ പെർട്ടിക്കുലർലി ഒരു അസുഖവും ഇല്ലാത്ത അച്ഛനമ്മമാരുണ്ട്. പക്ഷെ അവർക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള ശേഷിയോ ഓർമ്മയോ ഒന്നുമില്ല. കാരണം സംസാരിക്കാൻ ആരുമില്ല. മക്കളുടെ ടൈമില്ലാത്തതായിരിക്കാം, അറിയില്ല, എപ്പോഴെങ്കിലായിരിക്കാം വിളിച്ചന്വേഷിക്കുന്നത്. പക്ഷെ ഒന്ന് വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങി ആൾക്കാർ അവരെ കാണുന്നുമില്ല, അവർ പുറത്തിറങ്ങി അടുത്ത് സംസാരിക്കുന്നുമില്ല. അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് അവർ ആ ഇരുത്തയിൽ നിന്നും കിടപ്പിലേക്കായിപ്പോയി. പിന്നെ പതുക്കെ ഒന്നും സംസാരിക്കാനില്ല എന്നാൽ പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്രണ്ട് ചെയ്യുമ്പോഴോ അല്ലേ നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നത്. അതിലൊരു സ്പാർക്ക് വന്ന് നമ്മൾ ഉത്തരം പറയാൻ നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ? ഈ സാധനം മാത്രം കണ്ടുകൊണ്ടിരുന്ന വൺ വേ ആണ് അല്ലേ? ഇങ്ങോട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, നമ്മുടെ എന്താ പറയുക സ്റ്റിമുലേഷൻ, ബ്രെയിൻ സ്റ്റിമുലേഷൻ ഇല്ല. അപ്പോ
ഈ തരത്തിലുള്ള ബ്രെയിനിന്റെ ചുരുക്കമുണ്ടാകുന്നതോടൊപ്പം മെമ്മറി ലോസും ഭയങ്കര സിവിയറായിട്ട് കാണുന്നുണ്ട്. അതിൽ മെമ്മറി ഇഷ്യൂവിൽ ഡിമെൻഷ്യയിലെ ഒരു വകഭേദം മാത്രമാണ് അൽഷിമേഴ്സ് ഡിസീസ്. പലതരത്തിലുള്ള മെമ്മറി ലോസ്. ഞാൻ നിങ്ങളെ പേടിപ്പിക്കുന്നതല്ല, പക്ഷെ നമ്മൾക്ക് ഇതിലൊരു ചേഞ്ച് വരുത്താൻ സാധിക്കും. നിങ്ങളത് ചെയ്യുന്നുണ്ട്, അതിനൊരു വലിയ അപ്രീസിയേഷൻ. പക്ഷെ ഇതുപോലെയുള്ള കൂട്ടായ്മകളും ഇതുപോലെയുള്ള ഗ്രൂപ്പ്സും ഇനിയും നിങ്ങളുടെ ആണെങ്കിൽ പോലും നിങ്ങളത് കുറച്ചുകൂടി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ടാവും അല്ലേ? അതാണ് ഇപ്പോൾ ഇല്ലാത്തത്. ഫ്രണ്ട്സിന്റെ പോലെ തന്നെ അല്ലെങ്കിൽ പഴയ കൊളീഗ്സിന്റെ ഗെറ്റ് ടുഗദർ പോലെ ഫാമിലി ഗെറ്റ് ടുഗദർ വൺസ് ഇൻ എ മന്ത് ആവാം. അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു വില്ല സമുച്ചയം അല്ലെങ്കിൽ ഫ്ലാറ്റ് സമുച്ചയമാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഇതുപോലെ ഈ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അത് നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് ടോക്കിന് പോയപ്പോഴാണ്, ആ ടോക്കിന് പോയ സമയത്താണ് രണ്ട് അങ്കിളുമാര് സംസാരിക്കുക. സാറ് രാവിലെ വാട്സപ്പിൽ ഗുഡ് മോർണിംഗ് അയച്ചിട്ട് തിരിച്ച് എനിക്ക് റിപ്ലൈ അയച്ചില്ലല്ലോ. അല്ല, അതിന് ഞാൻ സാറിനെ വഴി വെച്ച് കണ്ടല്ലോ. അപ്പൊ വഴി വെച്ച് കണ്ടപ്പോ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല. പക്ഷെ രാവിലെ നമ്മുടെ വാട്സാപ്പിൽ വരുന്ന ഗുഡ് മോർണിംഗ് സീരീസ് ഓഫ് ഗുഡ് മോർണിംഗ് മെസ്സേജസ് ഉണ്ടല്ലോ, അതിന് റിപ്ലൈ ചെയ്തില്ല. അപ്പൊ അങ്ങനെ ആയിരിക്കുന്നു ഇപ്പോഴത്തെ സൊസൈറ്റി. അപ്പൊ നിങ്ങളൊക്കെ പണ്ട് ഒരുപാട് കളിച്ചു വളർന്നവരല്ലേ, പുറത്തും അല്ലേ? അപ്പൊ അതിൽ എത്ര ശതമാനത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പൊ ലൈഫ് സ്റ്റൈൽ? നിങ്ങൾ എല്ലാവരും കൊച്ചിയിൽ തന്നെ ഉള്ളവരാണോ അതോ പല സ്ഥലത്തുനിന്ന് ഇവിടെ വന്ന് താമസിച്ച് സെറ്റിലായവരാണോ? സെറ്റിലായവരാ. അതായത് ജോലി സംബന്ധമായിട്ട് വന്ന് റിട്ടയറായി അങ്ങനെ. ആ പണ്ട് നമ്മുടെ വളർന്ന സ്ഥലങ്ങളിലൊക്കെ പോവാറൊക്കെ ഉണ്ടോ? നാട്ടിൽ പോവാറുണ്ട്. അവിടെ പ്രായമായിട്ടുള്ള ആൾക്കാർ എല്ലാവരെയും കാണാനൊക്കെ പോവാറുണ്ട്. കമ്മ്യൂണിക്കേഷൻ കുറവാണ്. ഐ മീൻ ഈ സിറ്റി ലൈഫ് അല്ലാതെ കുറച്ചുകൂടി ഒരു റൂറൽ ഏരിയയിലേക്ക് പോയാൽ ഇതിന് വ്യത്യാസമുണ്ടോ അതോ ഇതുപോലെയാണോ? എന്താ വ്യത്യാസം? അന്വേഷിക്കും, സംസാരിക്കും, ഒന്ന് പുറത്തേക്ക് രാവിലെ ഒരു എന്താ വിശേഷം, എന്താണോ മക്കളുടെ കാര്യമൊക്കെ അന്വേഷിക്കും. ഇവിടെ ഇപ്പോൾ അപ്പുറത്ത് താമസിക്കുന്നവരാണെന്ന് അറിയില്ല, ഫ്ലാറ്റിൽ വേറെ ആരാണെന്ന് അറിയില്ല, വീടിനകത്ത് എന്താ സംഭവിച്ചെന്ന് പോലും അറിയില്ല. അതൊക്കെ പോട്ടെ, ഒരു മരണം സംഭവിച്ചാലും ആരും വരില്ല. സോ ആലോചിച്ചൊക്കെ എന്തുമാത്രം വ്യത്യാസം വന്നിരിക്കുന്നു. നമ്മുടെ ഒരു സോഷ്യൽ ഒരു പാരാഡിം ഷിഫ്റ്റ് എന്തുമാത്രം വന്നിരിക്കുന്നു. അപ്പൊ അത് നമ്മൾ അറിയാതെ നമ്മളെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസിലേക്ക് നയിക്കുന്നുണ്ട്. ഇനി എന്താണ് പ്രായമായിട്ടുള്ളവർ കാണുന്ന ഹെൽത്ത് ഇഷ്യൂസ്? മെന്റലി നമ്മൾ പറഞ്ഞല്ലോ, മാനസികമായിട്ട് നമുക്ക് ലോൺലിനെസ് തോന്നാം, ഡിപ്രഷൻ വരാം, മെമ്മറി ഇഷ്യൂസ് വരാം, ആൻസൈറ്റി വരാമോ? വരാമോ? പിന്നെ ഉറക്കക്കുറവ് ഉണ്ടോ? ഉണ്ട്. പിന്നെന്താണ്? ദേഷ്യം കൂടുതൽ, കുറവ്, ഒന്നുമില്ലാത്ത അവസ്ഥ, രണ്ടും അതുമല്ല ഇതുമല്ലാത്ത അവസ്ഥ, എല്ലാം ഉണ്ടല്ലേ? മിക്സ് ഓഫ് എവരിതിങ്. ഇനി അടുത്ത ഫിസിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്? ആദ്യം വരുന്ന ഫിസിക്കൽ ഇഷ്യൂ എന്താണ്? കണ്ണ് കാഴ്ചക്കുറവല്ലേ? ആദ്യം ഒരു 45 വയസ്സാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ആസ് എ പാർട്ട് ഓഫ് ഇത്. പിന്നെ തിമിരം വരിക, കാഴ്ച കുറയുക, വെള്ളയെഴുത്തെന്നൊക്കെ പറയുന്നത്. പിന്നെ കേൾവിശക്തി കുറയുക, കേൾവിശക്തി കുറവാണ്, ഉണ്ട്. പിന്നെ
പല്ലിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പിന്നെ വേദനകൾ കൂടുതലും സ്ത്രീകളിലായിരിക്കാം സിംറ്റംസ്. പിന്നെ ജോയിൻസ് വേദന നേരത്തെ പറഞ്ഞു, എല്ലാ സന്ധികൾക്കും സന്ധിവാദം വരാം, ആർത്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ വരാം. പിന്നെ എന്താണ്, ഹാർട്ട്, ജീവിതശൈലി രോഗങ്ങൾ കൂടുതലും നമ്മളൊരു 40 വയസ്സിന് മുന്നേ തന്നെ കൂടെ കൊണ്ടുവരുന്ന ഒരു പാക്കേജാണ്. അപ്പോൾ ഈ ഒരു ഏജ് എത്തുമ്പോൾ ഇതിന്റെ സങ്കീർണതകൾ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ആണ് കൂടുതലും കാണുന്നത്. ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗറിന്റെ കോംപ്ലിക്കേഷൻസ്, കണ്ണിനെ ബാധിക്കുക, കിഡ്നിയെ ബാധിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പ്രഷർ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പക്ഷാഘാതം വരിക, പിന്നെ മെമ്മറി ഇഷ്യൂസ് വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ശ്വാസമുട്ടലാണെങ്കിൽ അത് സംബന്ധമായിട്ടുള്ള ഹാർട്ടിനെ എഫക്ട് ചെയ്യുക, ലങ്സിനെ കൂടുതൽ എഫക്ട് ചെയ്യുക, അങ്ങനെയുള്ള പല സങ്കീർണതകളാണ് ഈ ഒരു ഏജ് വരുമ്പോൾ 55 ഇയേഴ്സ് കഴിയുമ്പോൾ കാണുന്നത്. പിന്നെ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാം. പിന്നെ മറ്റെന്തൊക്കെയാണ് പ്രായമായിട്ടുള്ള വ്യത്യാസങ്ങൾ? ഒരു മേജർ ഒരു സാധനമുണ്ട്, എല്ലാവർക്കും ഉണ്ട് ഇവിടെ ഇരിക്കുന്നത്. അത് ഓക്കെ, മുടി വ്യത്യാസം വരുന്നതുണ്ട്. മുടി കൊഴിയല്, സ്നേഹം കിട്ടാത്തോ, ശാരീരികമായിട്ടുള്ള സ്കിൻ ചേഞ്ചസ് ഉണ്ടാവാം, ഡ്രൈനെസ് വരാം. കാരണം നമ്മുടെ ത്വക്കിലുള്ള ആ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ അടിയിലുള്ള എന്താ പറയുന്നത് ഒരു ഫാറ്റി ഡെപ്പോസിറ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ നഷ്ടപ്പെടുമ്പോൾ ഒരു ഡ്രൈനെസ് പോലെയൊക്കെ വരാം. ദഹനക്കുറവ്, ഗ്യാസ് എന്ന് ചിലവര് പറയും, ദഹനമില്ലാന്ന് ചിലവര് പറയും, വയറ് വീർക്കുന്നു എന്ന് ചിലവര് പറയും, വയറ്റിന് നേരെ പോകുന്നില്ല എന്ന് പറയും, ഇടയ്ക്കിടയ്ക്ക് പോകുന്നു എന്ന് പറയും. ഇതില്ലാത്ത ആരുമില്ല. തലവേദന വരെ ഉണ്ടാവും ഇതുകൊണ്ട്. കറക്റ്റ്. അപ്പൊ അത് ഇതൊക്കെ നമ്മള് ഏജില് അല്ലെങ്കിൽ ഒരു പ്രായമാകും. നേരത്തെ പറഞ്ഞ പോലെ പ്രായം ഒരു കൺസ്ട്രെയിന്റ് അല്ല, ഓരോ ഏജിലും ഓരോ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു. പക്ഷെ ഈ ഒരു ഏജില് വരുമ്പോഴത്തേക്കും നമ്മൾ ഇത്രയും നാളൊന്നും നടക്കുകയോ ഓടുകയൊക്കെ ചെയ്ത് തേയ്മാനം ഉണ്ടാവുമ്പോഴാണ് നമുക്ക് മുട്ടിന് തേയ്മാനം, ആർത്രൈറ്റിസ്, അതേപോലെ അല്ലേ, നമ്മള് എന്ത് മെക്കാനിക്കൽ കാര്യം ചെയ്താലും വേറെ ചെയ്യാറുണ്ടല്ലോ, സെയിം കാര്യം തന്നെയാണ് ഇവിടെ. അതുപോലെ തന്നെയാണ് നമ്മുടെ അന്നനാളത്തിലോ ആമാശയത്തിലോ ചെറിയ കുടലിലോ മൺകുടലിലോ ഒക്കെ വരുന്ന ഓരോ വ്യത്യാസങ്ങൾ. അതിലുള്ള വെള്ളത്തിന്റെ അംശം കുറയും, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ രീതികൾ, അതിൽ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ കഴിച്ചുകൊണ്ടിരിക്കുന്ന അളവ് നമുക്ക് കഴിക്കാൻ പറ്റുമോ? കഴിച്ചു കഴിഞ്ഞാൽ വീർക്കുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി കഴിക്കുമോ? വേണ്ട, എനിക്ക് പറ്റുന്നില്ല, എൻ്റെ വയറ് ശരിയാവുന്നില്ല, ദഹനം ശരിയാവുന്നില്ല, അല്ലെങ്കിൽ നാളെ എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ ബുദ്ധിമുട്ടാവും, അങ്ങനെയൊക്കെ പറയില്ലേ? എന്തുകൊണ്ടാണത്? കാരണം നമ്മുടെ ആ ഒരു മൂവ്മെന്റ്സ്, വെരി ഗുഡ്, മൂവ്മെന്റ്സ് കുറയുന്നു. എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും രാവിലെ എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോകുന്നു? അവിടെ എഴുന്നേറ്റ് എല്ലാവർക്കും പോയി കഴിഞ്ഞാൽ നമുക്ക് ദിവസം ശരിയാണ്. എന്തുകൊണ്ടാണ്? 95% ഓഫ് ആൾക്കാർക്കും അങ്ങനെയാണ്. എന്തുകൊണ്ടാണ്? അത്രയും നേരം നമ്മള് കിടന്നിട്ട് നമ്മൾ എഴുന്നേറ്റ് ആ മൂവ്മെന്റ് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ കുടലിനകത്തെ മൂവ്മെന്റ് വന്നിട്ടാണ് നമുക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു ഫീലിംഗ് വരുന്നത്. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റൊന്നും നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മോഷൻ പോകുന്നതൊക്കെ ശരിയാകും. വെള്ളമൊക്കെ കുടിച്ചൊന്ന് പോകാൻ പറയാറൊക്കെ ശരിയാകുമെന്ന് പറയണം. അപ്പൊ ഈ തരത്തിലുള്ള ബവൽ മൂവ്മെന്റ്, മോഷൻ കുറയും. അപ്പൊ അത് ഒരു പ്രായം, ഒരു 55-60 ഇയേഴ്സ് കഴിയുമ്പോൾ വരാവുന്ന ഒരു പ്രക്രിയയാണ്. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതുപോലെ ദഹനം, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തണ്ടേ? അളവിന് വ്യത്യാസം വരുത്തണം, കഴിക്കുന്ന സമയം വ്യത്യാസം വരുത്തണം, പിന്നെ
കഴിക്കുന്ന സാധനങ്ങൾ നമ്മൾ കുറച്ചും കൂടെ ചൂസ് ചെയ്യാവണം. നമ്മൾ നേരത്തെയൊക്കെ ഈ പറഞ്ഞ പോലെ മീറ്റൊക്കെ ആയിരുന്നു കൂടുതൽ കഴിച്ചിട്ട് ഇപ്പൊ കുറച്ചുകൂടെ ഫൈബർ കണ്ടന്റുള്ള ആഹാരം കഴിക്കണം, നാരടങ്ങിയ ഭക്ഷണം കഴിക്കണം, വെള്ളം അടങ്ങിയ ഭക്ഷണം കഴിക്കണം. പിന്നെ അന്ന് 3 നേരമാണ് കഴിച്ചത്. ഇപ്പോഴും പ്രായമായിട്ടുള്ള 96-98 വയസ്സുള്ള അമ്മമാർ ഇപ്പോഴും ആ ഒരു അവർ മാറ്റാൻ ബുദ്ധിമുട്ടാണ്. കുറച്ചൊക്കെ വ്യത്യാസപ്പെടുത്തിയാൽ ഞങ്ങൾ 3 നേരം കഴിച്ചിട്ടുള്ളൂ, ഇപ്പോഴും അതേ കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ അളവിൽ ഇടയ്ക്കൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ വയറിൻ്റെ അസ്വസ്ഥതകൾ ഒരുപാട് കുറയ്ക്കാൻ പറ്റും. കാരണം അത്രയും ലോഡ് അവർക്ക് നമ്മുടെ ശരീരത്തിന് എടുക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ചിലപ്പോൾ ഉണ്ടാക്കില്ല. പിന്നെ ഇത് കൂടാതെ നമ്മൾ കൊണ്ടുവരുന്ന നേരത്തെ പറഞ്ഞ ജീവിതശൈലി അസുഖങ്ങളുണ്ടല്ലോ, ഷുഗറുള്ള ആൾക്കാർ, പ്രഷറുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ലിവറിന് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും കുറച്ചും കൂടെ മോഡിഫൈ ചെയ്ത് വ്യത്യാസപ്പെടും. ഓരോ അസുഖത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും. ഒരു കിഡ്നി അസുഖമുള്ള ആളാണെങ്കിൽ ഒരുപാട് വെള്ളം കുടിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ അത് ഓരോ ഡോക്ടേഴ്സും പറയുന്ന രീതിയിൽ നമ്മൾ മാറ്റേണ്ടി വരും. ഞാൻ ജനറലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ ഉറക്കം എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ട് വരുന്നത്? പോസ്റ്റ് റിട്ടയർമെന്റ് എന്തുകൊണ്ടാണ് കൂടുതലും ഉറക്കം പ്രശ്നം വരുന്നത്? പോസ്റ്റ് റിട്ടയർമെന്റ് അതുവരെ നമ്മൾ ജോലി ചെയ്തിരുന്നു, ഇൻട്രസ്റ്റ് ഉള്ള പണികൾ കുറവാണ്. അപ്പൊ നമ്മൾ വെറുതെ ഇരിക്കാനുള്ള സാഹചര്യം കൂടുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഡോസ് ഓഫ് ആവും, കുറച്ചൊന്നും ഉറക്കാനുള്ള ഒരു ടെൻഡൻസി ഒരു ഉച്ചയ്ക്ക് ഇല്ലേ. സ്വതവേ നമ്മുടെ ബോഡിയിൽ ഈ പറയുന്ന ഉറങ്ങാനുള്ള ഒരു സൈക്കിളുണ്ട്, സ്ലീപ്പ് വെയിക്ക് സൈക്കിളുണ്ട്. അത് കുറച്ചൊന്ന് കുറയും. ഒരു 60-70 കൂടുതലും 70 വയസ്സ് കഴിയുമ്പോഴാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛനമ്മമാർക്കൊക്കെ ആ പ്രശ്നം ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഉണ്ടാകാം. രാത്രിയിലൊക്കെ ചിലപ്പോൾ അവർ ബഹളം വെച്ച് വിളിക്കും അല്ലേ. അപ്പം നമ്മൾ വിചാരിക്കും എന്താ അച്ഛനമ്മയെ ഉറങ്ങാത്തത്? കാരണം പകല് മുഴുവൻ അവർ കിടന്ന് ഉറങ്ങും. അപ്പോൾ ഒന്ന് രാത്രിയിൽ ആ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയും. നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെച്ച് ലൈറ്റൊന്നും ഇല്ലാതെ വീഡിയോ ചെറിയ മ്യൂസിക്കൊക്കെ ആയിട്ട് ആരും സംസാരിക്കുകയൊന്നും ചെയ്യാതെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ചില ആൾക്കാർക്ക് പാട്ട് കേട്ട് ഉറങ്ങാൻ പറ്റും, ചില ആൾക്കാർക്ക് ഒട്ടും സൗണ്ട് പാടില്ല. അപ്പം അത് നമ്മുടെ സ്ലീപ്പ് ഹൈജീൻ എന്താണെന്ന് നമ്മളെ മനസ്സിലാക്കണം. കട്ടിലിൽ കിടക്കണം, അല്ലെങ്കിൽ ഉറക്കം വന്ന ശേഷം കട്ടിലിൽ കിടന്നാൽ പെട്ടെന്ന് ഉറങ്ങും. നിർബന്ധിച്ച് നമ്മൾ കട്ടിലിൽ ഇപ്പോൾ ഉറങ്ങുമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ഉറക്കം വരില്ല. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ വ്യത്യാസപ്പെടുത്തിയാൽ നമ്മുടെ ഈ ഒരു ഏജിൽ കുറച്ചും കൂടെ നമ്മൾ എനർജറ്റിക് ആയിട്ടിരിക്കാൻ പറ്റും. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഒരുപാട് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, ഒരു പ്രായമായിട്ടുള്ള വ്യക്തിയെ നമ്മൾ പരിചരിക്കുകയോ ഡീൽ ചെയ്യുകയോ ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു ഫിസിക്കൽ കാര്യം കൊണ്ട് മാത്രമല്ല. അവരുടെ സോഷ്യൽ ഒരു ചുറ്റുപാട്, അവരുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ്, അവരുടെ മാനസികമായിട്ടുള്ള അവസ്ഥ, ശാരീരികമായിട്ടുള്ള അവസ്ഥ എല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. സംസാരിച്ച പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കഴിവതും ഉറങ്ങാതിരുന്ന രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. കുറച്ചൊക്കെ ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് മയങ്ങിക്കോളൂ. പക്ഷെ ഒരു ലോങ് ഗ്യാപ്പ് ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു ചില ആൾക്കാർ കിടന്നങ്ങ് ഉറങ്ങും 3-4 മണിക്കൂർ. അപ്പം രാത്രിയിൽ ബുദ്ധിമുട്ടാവും, ഉറക്കം കിട്ടില്ല. ഉറക്കം വരുന്ന സമയത്ത് ഉറക്കം കിട്ടില്ല. അതെ, മറ്റേത് നമ്മൾ ജോലിക്ക് പോയി വരും, നമ്മൾ ടയർഡായിട്ട് വരും, വീട്ടിലെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങി. ഇപ്പോഴത്തെ സിറ്റുവേഷൻ മാറിയില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ട്രെസ്സോ ടെൻഷനോ എന്തെങ്കിലും ഉണ്ടാവണം, ഉറങ്ങാതിരിക്കുക. പിന്നെ കിട്ടില്ല. ഉറക്കം വരുമ്പോൾ ഉറങ്ങുക. നമ്മുടെ ഹോർമോൺസിൽ സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ, പിന്നെ
ആ, അതിനെപ്പറ്റി എന്താ അറിയേണ്ടത്? എന്തിനാണ് സാർ അതിനെപ്പറ്റി ചോദിച്ചത്? സാർ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് ആദ്യം പറയും. ഡോപ്പമിൻ, സെറട്ടോണിൻ, ഓക്സിറ്റോസിൻ മൂന്നും നമ്മൾ എഫക്ട് ചെയ്യുന്നത് ബ്രെയിനിനെയാണ്. ഓർമ്മശക്തി, അതുപോലെ ഉറക്കം, അതുപോലെ നമ്മുടെ ദിനചര്യകളെയൊക്കെ എഫക്ട് ചെയ്യുന്ന സാധനമാണ്. എന്തുകൊണ്ട് സാറിന് ഒരു ചിന്ത വന്നു, ഇതിനെ കുറിച്ചൊരു സംശയം വന്നു? എന്താ വായിച്ചതെന്ന് പറയുന്നത്? എന്തിനാണ് ആ ഒരു ടോപ്പിക്ക് വായിച്ചത്? എന്തിന് വായിച്ചു? എന്താണ് വായിച്ചത്? ഡോപ്പമിൻ എന്ന് പറഞ്ഞില്ലേ, ഈ ഡോപ്പമിന്റെ ഒക്കെ അഭാവം കൊണ്ടാണ് മറവി രോഗം പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എൻഗേജിങ് കാര്യങ്ങൾ അല്ലെങ്കിൽ മെമ്മറിയെ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ നമ്മൾ സ്വയമേ തന്നെ ഇപ്പൊ ദിവസം ഒരു 5 or 6 വാക്കുകൾ പഠിക്കുക, പുതിയ വാക്കുകൾ പഠിക്കാൻ ഡിക്ഷണറി നോക്കി പഠിക്കാൻ ശ്രമിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ഹോർമോൺസിന്റെ ഡിക്രീസ് ലെവൽ എന്തായാലും ഏജിൽ ഉണ്ടാവും. ആസ് എല്ലാ ഹോർമോൺ ലെവൽസും കുറയുന്നത് പോലെ ഇതിലും ഉണ്ടാവും. പക്ഷെ അത് കംപ്ലീറ്റ്ലി ബ്രെയിൻഡ് ആവാതെ അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് സ്റ്റിമുലേറ്റ് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് ആണ് നേരത്തെ പറഞ്ഞത്. നമ്മുടെ കമ്മ്യൂണിക്കേഷനിലും ഇന്റർപേഴ്സണൽ റിലേഷനിലും പോസിറ്റീവ് തിങ്കിങ്ങിലും ഒക്കെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇത് റിലീസ് ചെയ്യാൻ. അപ്പോൾ സാറത് വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു ഡെഫിനറ്റ്ലി ഒരു ചിന്തയുള്ളത് കൊണ്ടാണ് വായിച്ചത്, അല്ലേ? അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഫിസിക്കൽ എക്സസൈസ് ഡെഫിനറ്റ്ലി ഓക്സിജനേഷൻ കൂട്ടുമല്ലോ. ഓക്സിജന്റെ ലെവല് നമ്മുടെ ബ്രെയിനിലോട്ട് കൂടിയാൽ ഡെഫിനറ്റ്ലി മെമ്മറി ഇഷ്യൂസ് വരാതിരിക്കാൻ സഹായിക്കും. എക്സസൈസ് ഒരുപാട് എക്സസൈസ് ഉണ്ട്. മെമ്മറി ഗെയിംസ് കളിക്കാം, ചുമ്മാ വീട്ടിൽ റിഡിൽസ് വേണം, ക്രോസ് വേർഡ് കളിക്കാം, സുഡോക്കു കളിക്കാം, പിന്നെ വീട്ടിൽ കൊച്ചു കുട്ടികളോ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ ചെസ് കളിക്കാം. ഇഷ്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന എന്ത് തരത്തിലുള്ള ഗെയിംസ് കളിച്ചാലും നല്ലതാണ്. നമുക്ക് സാധാരണ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, അതൊക്കെ തന്നെ മതി. പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. എത്ര പേര് സീരിയൽ കാണും? എല്ലാവരും മിണ്ടാതിരിക്കും. ഇല്ല, പ്രത്യേകം ചോദിച്ചതിനൊരു റീസൺ ഉണ്ടതാ. എന്ത് സീരിയലാണ് കാണുന്നത്? എന്ത് തരത്തിലുള്ള സീരിയലാണ് കാണുന്നത്? ഏത് തരത്തിലുള്ള സീരിയലുകളാണ് കാണുന്നത്? അല്ല, ഒരേ പോയിന്റ് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള കഥകളൊക്കെ എന്താ നല്ല സ്ട്രെസ്ഫുൾ അല്ല? വേറൊന്നും കൊണ്ടല്ല ഞാൻ ചോദിച്ചത്. ഈ സീരിയൽ കണ്ട് പ്രഷർ കൂടി ഒരുപാട് പേര് വരാറുണ്ട്. ഞാൻ ഒട്ടും എക്സാമിനേഷൻ പറയുന്നതല്ല. സീരിയലിന്റെ നാളത്തെ കഥയിൽ എന്തായിരിക്കും എന്ന് ചിന്തിച്ച് പ്രഷർ കൂടി വരുന്നവരുണ്ട് അമ്മമാര്. മറ്റേ മദറിലോ ഡോക്ടറിലോ എന്തായിരിക്കും പ്രശ്നം, അവൻ അവളെ കൊല്ലുമോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്ത ഒന്നും ഉറക്കമില്ല. എത്ര പേരാ വരുന്നതെന്നറിയോ? ആക്ച്വലി നല്ലതിനെ കാട്ടിലും കൂടുതൽ സ്ട്രെസ്സാണ് കൂട്ടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ഞാൻ പ്രത്യേകിച്ച് ചോദിക്കുക. അതിനെക്കാട്ടിലും കുറച്ചുകൂടെ സ്പോർട്ട് ആക്ടിവിറ്റീസ് ഒക്കെ ടി വിക്ക് നല്ലതായിരിക്കും, മ്യൂസിക് നല്ലതായിരിക്കും, മറ്റേ ഗെയിംസ് ഒക്കെ നല്ലതായിരിക്കും. കാർട്ടൂൺ ഇപ്പോഴത്തെ കാർട്ടൂൺ അല്ല കേട്ടോ, ഇപ്പോഴത്തെ ഭയങ്കര വയലന്റ് കാർട്ടൂൺസ് ആണ്. ടോം ആൻഡ് ജെറി ബെസ്റ്റാണ്, സന്തോഷം കിട്ടും. കൊച്ചുമക്കളുടെ കൂടെ ഇരുന്നത് കാണാം. പിന്നെ അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാം, പഴയ പുരാണങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ നാളെ നമ്മളിങ്ങനെ ഒരു മെഡിക്കൽ സിറ്റുവേഷനിലേക്ക് പോകാതിരിക്കാൻ
എന്തെങ്കിലും അത് നമ്മൾ ഭയങ്കരമായിട്ട് പ്രായമായവർക്ക് വേണ്ട സിസ്റ്റം എന്താണ് സാർ ഉദ്ദേശം? സിസ്റ്റം ഉദ്ദേശിച്ചത് എന്താണ്? ഉദ്ദേശിച്ചത് എന്താണ്? പ്രായമായവർ എന്നൊരു ടാഗ് കൊടുത്ത ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണോ? പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾക്ക് പ്രായമായവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു കൺസിഡറേഷൻ നമ്മുടെ സൊസൈറ്റി തരുന്നില്ല. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലുകളോ അതുപോലുള്ള കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കാം എന്ന് അവർ നോക്കിയിട്ട് അവരും വേണ്ട രീതിയിൽ തരുന്നില്ല. അങ്ങനെ വല്ല കൺസൾട്ടേഷൻ ഫീസിലൊക്കെ ചിലപ്പോൾ കുറച്ച് കാര്യം വന്നു. അപ്പൊ ആ സിസ്റ്റം ശരിയാവുമായിരുന്നെങ്കിൽ ചില യൂറോപ്യൻ കേട്ടിട്ടുണ്ട്, ഇപ്പം പ്രായമായവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് പൈസയുടെ പ്രശ്നമില്ലാത്ത രീതിയിൽ പെൻഷൻ കിട്ടുന്നു അല്ലെങ്കിൽ വേതനം കിട്ടുന്നു. അപ്പൊ ഇവിടെ ഉള്ളവർക്ക് പെൻഷൻ ഉണ്ട്, ഇല്ലാത്ത ആൾക്കാർ. അതുകൊണ്ട് അവർ കുറച്ചും കൂടി ഹാപ്പിനെസ് ഇൻഡെക്സിൽ കൂടിയ ആൾക്കാരാണ്. നമുക്ക് അതില്ല. അപ്പൊ സിസ്റ്റത്തിന് വളരെ സീരിയസ് ആയിട്ടുള്ള റോൾ ഇതിലുണ്ട്. അതേപോലെ ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് കുറച്ച് കപ്പാസിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രം എക്സസൈസ് നടത്തും, ബാക്കിയുള്ളവർക്ക് വീണ്ടും അതേപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു സിസ്റ്റം. ആ സിസ്റ്റത്തിനെ കുറിച്ച് എന്താ? ഡെഫിനറ്റ്ലി സിസ്റ്റം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അത് പറയുകയാണെങ്കിൽ പറഞ്ഞാൽ ഒരുപാടുണ്ട്. നമ്മുടെ വെസ്റ്റേൺ കൾച്ചറും വെസ്റ്റേൺ സിസ്റ്റവും നമ്മുടെ ഇന്ത്യൻ സിസ്റ്റവും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പം വെസ്റ്റേൺ സിസ്റ്റം നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ എസ്പെഷ്യലി ജെറിയാട്രിക് എന്ന് പറയുന്ന ഒരു വിഭാഗം, ജെറന്റോളജി എന്ന് പറയുന്ന വിഭാഗം, അതായത് അവരൊക്കെ പണ്ടേ ഇത് ചെയ്യുന്ന ഇതിൽ പഠിച്ചതിൽ റിസർച്ച് ചെയ്ത് എന്തൊക്കെയാണ് വയോജനങ്ങളുടെ പ്രോബ്ലംസ്, നോട്ട് ജസ്റ്റ് ഹെൽത്ത്, സോഷ്യലി ഉള്ള അതാണ് ജെറന്റോളജി എന്ന് പറയുന്ന വിഭാഗം. പിന്നീട് അത് മെഡിക്കൽ വർഗീകരിക്കുമ്പോഴാണ് ജെറിയാട്രിക് മെഡിസിൻ എന്ന് പറയുന്ന അവിടെയൊക്കെ ഈ ഓൾഡ് ഏജ് ഹോമുകളൊക്കെ ഒരുപാടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? അവര് പറഞ്ഞ ഗവൺമെന്റ് സിസ്റ്റമാണ്. അവിടെ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിപ്പെൻഡൻസി, അതായത് അവർക്ക് മക്കളോ മറ്റാൾക്കാരോ ഒന്നും കൂടെ ഇല്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി അവര് ഗവൺമെന്റ് ടേക്ക് കെയർ ചെയ്ത് അവർ ആ പ്രോപ്പർ ഓൾഡ് ഏജ് ഹോം സിസ്റ്റത്തിലേക്ക്, ഹോസ്പൈസ് എന്ന് പറയാൻ അങ്ങനെയുള്ള സിസ്റ്റത്തിലേക്ക്, സീനിയർ ലിവിംഗിലേക്ക്. പക്ഷേ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ആലോചിച്ചു? രണ്ട് തരത്തിലുള്ള സീനിയർ ലിവിംഗ് സിസ്റ്റമാണ് ഇവിടെയുള്ളത്. ഒന്ന്, നമുക്ക് പൈസ കൊടുത്ത് നമ്മൾ എവിടെയെങ്കിലും മക്കളൊക്കെ പുറത്തു പോയില്ല, നമുക്ക് ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റത്തില്ല, മെന്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ അത് ഉദ്ദേശിക്കുന്നില്ല, എന്നാൽ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സീനിയർ ലിവിംഗ് കമ്മ്യൂണിറ്റിയിലേക്ക് പോയാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. നമുക്കവിടെ അത് കൂടി വരുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞ രണ്ട് സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. ഒന്ന് അതാണ്, ആദ്യം എനിക്ക് അതല്ലേ പറയാൻ പറ്റും. രണ്ടാമത്തത് ഫോഴ്സ്ഫുള്ളി പോകേണ്ട അവസരങ്ങൾ, വീട്ടിലുള്ള സാമൂഹിക പ്രശ്നം കൊണ്ട് പോകേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഹ്യൂജ് നമ്പർ ഓഫ് ആൾക്കാർ കൊണ്ടുവിടുന്നവരുണ്ട്, എവിടെയെങ്കിലും കൊണ്ടുവിടുന്നവരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അത് നമ്മുടെ ഇവിടുത്തെ സിസ്റ്റത്തിന്റെ കുഴപ്പം തന്നെയാണ്. പിന്നെ ഇത് മാറ്റാനായിട്ട് ഡെഫിനറ്റ്ലി നമ്മുടെ പബ്ലിക് സെക്ടറിൽ ചേഞ്ചസും റിഫോംസും ഡെഫിനറ്റ്ലി വന്നേ പറ്റുള്ളൂ. അത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ, അതാണ് പറയുന്നത്, ഈ ഓരോ പ്രോഗ്രാമിൽ നിന്നും ഓരോ വീടുകളിൽ നിന്നും ഇതിനെ പറ്റിയുള്ള ഇമ്പോർട്ടൻസ് എന്താണ്, ഈ വയോജനങ്ങളുടെ അല്ലെങ്കിൽ വൃദ്ധരുടെ പ്രശ്നങ്ങൾ, നോട്ട് ജസ്റ്റ് ഹെൽത്ത് ഇഷ്യൂ മാത്രം ഹോസ്പിറ്റലിൽ പോയി കുറച്ച് ട്രീറ്റ്മെന്റ് എടുത്തു തിരിച്ചു വന്നു. സാറ് പറഞ്ഞില്ല ഹോസ്പിറ്റലിൽ പോകുമ്പോഴും കിട്ടുന്നില്ല. എന്തിന്? ഇൻഷുറൻസോ ഇല്ലല്ലോ. അങ്ങനെ ഒരുപാട് ലാക്കിങ്, സിസ്റ്റമിൽ ഒരുപാട് ലാക്കിങ് ഉണ്ട്. അത് ഡെഫിനറ്റ്ലി ഒരു സൈഡിൽ നിന്ന്, ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് അതിനുള്ള റിഫോംസ് വന്നിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഒരുപാട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളും പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒന്നും കറക്റ്റായിട്ട് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. പക്ഷെ നമ്മൾ ഇൻഡിവിജ്വലി വി ആർ ട്രൈങ് ടു ഡു അവർ ബെസ്റ്റ് ടു മേക്ക് മാക്സിമം ചേഞ്ച് ഇൻ ദ സൊസൈറ്റി. സോ ദാറ്റ് നമ്മൾ എന്താണ് അതിനായിട്ട് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്, സോ ദാറ്റ് കൂടുതൽ ഇതിനെ കുറിച്ച് അറിയാൻ പറ്റും. എന്ത് തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലായില്ലേ. ഈ
ഏജിലുള്ള നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്നിരുന്നാലും കുറച്ചും കൂടി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? ഓൾ ടുഗെദർ. അതാണ് നമ്മുടെ ഉദ്ദേശവും. അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഈ സ്പെഷ്യാലിറ്റിയും അതിനെ സംബന്ധിച്ച് ഒരുപാട് സപ്പോർട്ടിംഗ് സിസ്റ്റംസ് വരുന്നുണ്ട് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി. നമ്മുടെ കൊച്ചി ഏജ് ഫ്രണ്ട്ലി സിറ്റി ആണെന്ന് അറിയാമോ? ഫസ്റ്റ് ഏജ് ഫ്രണ്ട്ലി സിറ്റി ഇൻ ഇന്ത്യ കൊച്ചിയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മേയർ പോയി പ്രസംഗിച്ചതാണ് WHO-ല്. ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് അവര് കുറച്ച് കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ. അതായത് ഇപ്പൊ റോഡ്സ് റെയിൽ വെച്ച് പിടിച്ച് നടക്കാനായിട്ട് അത് ഏജ് ഫ്രണ്ട്ലി ആയിട്ട് വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. റോഡ് സൈഡിൽ കാണുന്നില്ലേ? അതൊക്കെയാണ് റോഡ് സിസ്റ്റംസ് ആണ് കൂടുതൽ ഒരു കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതെ അതെ, പറയുന്നില്ലല്ലോ. അവര് കൂടുതലും ഇൻഫ്രാസ്ട്രക്ചറിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്, പേഴ്സണലൈസ്ഡ് കെയറിലല്ല. ഹെൽത്ത് കെയറും പേഴ്സണലൈസ്ഡ് കെയറും ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം കൂടെ കൂടിക്കൊണ്ട് വന്നാലേ നമുക്ക് ഏജ് ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റൂ. എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഏജ് ഫ്രണ്ട്ലി ആയിട്ടില്ല. പക്ഷേ ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. അപ്പൊ ഇത്ര നേരം പേഷ്യന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സ്വഭാവം അതാണ് ക്ഷമ. ഞങ്ങൾക്ക് അപ്പൊ ഇത്ര നേരം പേഷ്യന്റ് ആയിട്ട് ക്ഷമയോടുകൂടി ഇതെല്ലാം കേട്ടും ഗെയിംസ് ഒക്കെ കളിച്ചും എല്ലാ എൻഗേജ്മെന്റ് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്തും എല്ലാം ചെയ്തതിന് വളരെയധികം നന്ദി ഞാൻ അങ്ങോട്ടാണ് പറയുന്നത്. പിന്നെ ഇതിന് പിന്നെ ഇൻവൈറ്റ് ചെയ്തതിന് നമ്മുടെ KSCB റിട്ടയർഡ് അസോസിയേഷൻ അല്ലേ, എല്ലാ പെൻഷനേഴ്സ് അസോസിയേഷന് എല്ലാ ഭാവങ്ങളും നേരുന്നു. വളരെ വളരെ നന്ദി. മാഡമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, മാഡം ഗീത. ഞങ്ങൾ തമ്മിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ പേരിൽ തന്നെ കുറച്ച് ബന്ധമുണ്ടല്ലോ. സോ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ ഇനി ഇതുപോലെ ക്ലാസ്സുകൾ വേണ്ട നമുക്ക് വേണം. അപ്പൊ ഈ ഇത്രയും നേരം നമ്മളോടൊപ്പം നമ്മളുടെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കുകയും, കാരണം അവിടെ ക്ലാസ് അറേഞ്ച് ചെയ്തു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവിയൊക്കെ ചെയ്യേണ്ടി വന്നു, ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കുകയും നമ്മളോടൊപ്പം നിൽക്കുകയും നമുക്ക് ഇത്രയും നല്ല കാര്യങ്ങൾ, നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്ത ഡോക്ടർ ധന്യയ്ക്ക് പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം മാഡത്തിന് ഒരു ചെറിയ സ്നേഹോപകാരം നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറിയായ ജോബ് സാമിഷൻ. നമസ്കാരം. നമുക്ക് ഉള്ള സമയമാണ്, നമുക്ക് ചങ്ങമ്പുഴ പാർക്കിൽ വെച്ച് കുറച്ച് സമയം മിസ്സായാലും ഇവിടെ വന്ന് ഡോക്ടർ നമുക്ക് വളരെ കാര്യമായിട്ട് തന്നെ പറഞ്ഞു തന്നു. എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി അത് കേട്ടിരുന്നു. എല്ലാം നമ്മളെ തന്നെ എഫക്ട് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ കേട്ടിരുന്നു. അതുകൊണ്ട് ആരും ഉറങ്ങിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ശ്രദ്ധയോടുകൂടി തന്നെ കേട്ടിരുന്നുണ്ട്. ഡോക്ടറാണെങ്കിൽ വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന വിധത്തിൽ തന്നെ ഡോക്ടർ പറഞ്ഞു തന്നു കാര്യങ്ങൾ. നമുക്കെല്ലാവർക്കും കുറിച്ച് നമ്മളെ തന്നെ മനസ്സിലാക്കാനായിട്ട് ഉപകാരപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നല്ലൊരു ക്ലാസ് പറയാൻ പറ്റില്ല, ഒരു ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ ആ ക്ലാസ് കൊണ്ടുപോകാനായിട്ട് ഡോക്ടർ സാധിച്ചു. ഡോക്ടറുടെ ടീമും എല്ലാവരെയും ഉഷാറാക്കാൻ വേണ്ട കാര്യങ്ങളും ചെയ്തു. എല്ലാവരെയും ഒന്ന്
എനർജറ്റിക് ആക്കി ടീം. അപ്പോൾ എല്ലാവർക്കും ഇത് നന്ദി പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നമ്മുടെ ജില്ലാ വെൽഫെയർ സമിതി കൺവീനർ കെ ഇ ഫിലിപ്പ്. Good evening. ഡോക്ടറും ടീമും മെമ്പേഴ്സ് തീർച്ചയായിട്ടും ജോബ് സാറ് അത് ബ്രീഫായിട്ട് ഒരു റിപ്പോർട്ട് പോലെ തന്നു. എന്നാൽ ഈ മൂലവരിൽ മാത്രം നിങ്ങളുടെ ശരിക്കും പഠിക്കില്ല, അതൊന്നും നോക്കണം. അതിന് കുഴപ്പമുണ്ടായിരുന്നു. ഈ മൂവ്മെന്റ്സ്, ജോയിൻസിന്റെ മൂവ്മെന്റ്സ് ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ പലതവണയായിട്ട് കേൾക്കുന്നതാണെങ്കിൽ പോലും, പിന്നെ അതേപോലെ ബ്രെയിൻ ആക്ടിവിറ്റി, അതിന് എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക ബ്രെയിനിൽ. തീർച്ചയായിട്ടും അതെല്ലാം നമ്മളെ ലോങ് ലൈഫിൻ്റെ ഹെൽത്തി ലൈഫിന് സഹായിക്കും. നാട്ടിൽ ഞാൻ ഇതിൻ്റെ അടുത്ത ഫംഗ്ഷനുകളോട് ആൾക്കാർ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് നമ്മളെ ഇത്രയും നേരം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വ്യക്തിയാണ് ഈ കൊച്ചുകുട്ടികളെ ഇങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എത്തിയ മാഡത്തിനും മാഡത്തിൻ്റെ ടീമിനും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ പേരിൽ നന്ദി അറിയിച്ചു. ഇങ്ങനെ ഈ പരിപാടിക്ക് വന്ന് എല്ലാവരും അവരവരുടെ പരിപാടി മാറ്റി വെച്ചുകൊണ്ട് എത്തി പരിപാടിക്ക് ഉദ്ദേശിച്ച് എല്ലാവരും